أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا عباد الله المخلصين أولئك لهم رزق معلوم فواكه وهم مكرمون في جنات النعيم على سرر متقابلين يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون وعندهم قاصرات الطرف عين كأنهن بيض مكنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1545 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 40 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ ഉലൈക ലഹും റിസ്ഖും മഅലൂം ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാത്തിൻ നഈം على سرر متقابلين يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون وعندهم قاصرات الطرف عين كأنهن بيض مكنون. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്ത് സ്വാഫാത്തിലെ 40 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ പുനരുത്ഥാന നാളിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് സൂറത്ത് സ്വാഫാത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയത്. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഒരു അത്യസാധാരണമായ ഘോര ശബ്ദം കേട്ടുകൊണ്ടാണ് അവര് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. അത് ആ ശബ്ദത്തിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്കാണ് അവരെല്ലാവരും തന്നെ കണ്ണുമിഴിച്ച് കണ്ണു തുറന്ന് നേരത്തെ അവർ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ സംഗതികളെയൊക്കെ കാണുന്നവരായി രംഗത്ത് വരുന്നത്. ആ ഘട്ടത്തിൽ അവർക്കത് കൃത്യമായിട്ട് ബോധ്യവുമുണ്ട്. അവര് ഏതൊരു സംഗതിയെയാണ്, ഏതൊരു പാരത്രിക ജീവിതത്തെയാണ് നേരത്തെ നിഷേധിച്ചു കൊണ്ടിരുന്നത്, അതാണ് യാഥാർത്ഥ്യമായിട്ട് അവരുടെ മുന്നിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരെല്ലാം നോക്കിക്കാണുന്നത്. ആ ഘട്ടത്തിൽ ഹാദാ യൗമുദ്ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പറയുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അതിനെ തുടർന്ന് അവരെ തടഞ്ഞു നിർത്തി, അവർ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ അവരെ തടഞ്ഞു നിർത്തി ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു കാര്യവും നമ്മൾ കാണുകയുണ്ടായി. മാലക്കും ലാ തനാസറൂൻ എന്നൊരു ചോദ്യമാണ് അവരോട് ചോദിക്കപ്പെടുന്നത്. എന്തേ ഇന്ന് നിങ്ങൾ പരസ്പരം സഹായിക്കുന്നൊന്നുമില്ലേ, എന്റെ സഹായത്തിന് മുതിരാത്തത് എന്നൊരു ചോദ്യം. എന്നാൽ യാതൊരു പ്രതിരോധവും അവരിൽ അവശേഷിക്കുന്നില്ലാത്ത, പൂർണ്ണമായും കീഴ്പ്പെട്ട ഒരു
അവസ്ഥയിലാണ് അവരുണ്ടാവുക. അവര് പരസ്പരം ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യവും എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ നേതാക്കന്മാരെ, ആചാര്യന്മാരെ നോക്കി അനുയായികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആൻ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ഇന്നക്കും കുന്തും തഅ്തൂനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ വലതു ഭാഗത്തു നിന്നായിട്ട് സമീപിക്കാറുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആണല്ലോ ഞങ്ങളെ ഈ വിധത്തില് വഴിതെറ്റാൻ കാരണമായത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ സംഗതി പറയുന്നത്. എന്നാൽ വസ്തുത എന്താണ് എന്ന് ആചാര്യന്മാർ, അവരുടെ നേതാക്കന്മാർ വെളിപ്പെടുത്തുകയാണ്. ബല്ലം തക്കൂനു മുഅ്മിനീൻ, ഞങ്ങൾ നിങ്ങളെ സമീപിച്ചത് കൊണ്ട് മാത്രമൊന്നുമല്ല നിങ്ങൾ വഴിപഴച്ചവരായി മാറിയത്, നിങ്ങൾ സ്വയം തന്നെ സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായിരുന്നില്ല എന്നതാണ് വസ്തുത. നിങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വിശേഷ അധികാരമോ സ്വാധീനമോ ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു എന്നാണ് അവരോട് ആചാര്യന്മാര് പറയുന്നത്. ഫഹഖ അലൈന ഖൗലു റബ്ബിന ഇന്നാ ലദാഇഖൂൻ, അതുകൊണ്ട് നമ്മുടെ റബ്ബ് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, നമ്മളെല്ലാവരും ഈ നരകശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ കാര്യം സത്യമായി പുലർന്നിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു എന്നത് നേര് തന്നെ, ഞങ്ങളും പിഴച്ചവരായിരുന്നു എന്നും അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടു. ഫഅഗ്വൈനാക്കും ഇന്നാ കുന്നാ ഗാവീൻ, അന്ന് അവരെല്ലാവരും തന്നെ നരകശിക്ഷയിൽ പങ്കാളികളാകുന്നു. അതാണ് മുജ്രിമുകൾക്കായിട്ട് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുകൂടി അള്ളാഹു അവിടെ വ്യക്തമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നരകത്തിന്റെ ഈ കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങാൻ അവർക്ക് സാഹചര്യം ഒരുക്കിയത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എന്നത് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏറ്റവും പരമോന്നതമായ സത്യം അവരെ കേൾപ്പിക്കപ്പെട്ടപ്പോ അവര് കിബ്ർ കാണിക്കുന്നവരായി അഹന്തയോടുകൂടി അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയായിരുന്നു. ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് അവരോട് പറയപ്പെട്ടിട്ടുള്ളത് എങ്കിലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു നിലപാടിലായിരുന്നു അവരുണ്ടായിരുന്നത്. മാത്രവുമല്ല, അവര് ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്നാല താരിഖു ആലിഹത്തിനാലി ഷായിരും മജ്നൂൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ ഭ്രാന്തനായ കവിയുടെ വർത്തമാനം കേട്ടിട്ടാണോ ഞങ്ങളുടെ ദേവന്മാരെ, ആരാധ്യന്മാരെ കൈയൊഴിയേണ്ടത് എന്നാണ് അവര് ചോദിക്കുകയുണ്ടായത്. എന്നാൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണ് എന്നത് വേണ്ട വിധം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് വസ്തുത. അദ്ദേഹം ഒരു ഭ്രാന്തനായ കവി ആയിക്കൊണ്ടല്ല കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധതയോടുകൂടി ദൈവിക ദൗത്യം നിർവഹിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം കൊണ്ടുവന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പൂർവിക പ്രവാചകന്മാരെയൊക്കെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് അവരെ സമീപിക്കുകയുണ്ടായത്. അതിനാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും അവര് സന്നദ്ധരായില്ല എന്നതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് വേദനയേറിയ നരകശിക്ഷ അനുഭവിക്കുക തന്നെ വേണ്ടി വരും എന്നതാണ് അവരോട് പറയപ്പെടുന്നത് ആ ഘട്ടത്തില്. അതിനോട് ചേർത്ത് അള്ളാഹു പറയുന്നത് വമാ തുജ്സഊന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമല്ലാത്ത മറ്റൊന്നും നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ല, നിങ്ങളുടെ ദുശ്ചെയ്തികൾക്കുള്ള ശിക്ഷ മാത്രമാണ് നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നുകൂടി അവിടെ അവരെ അറിയിക്കുകയാണ്. എന്നിട്ട് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ഈ 40 മുതൽ 49 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു
ഈ പറയപ്പെട്ട ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് വിവരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പരിണതിയല്ല ഇത്. നിഷേധികളായി നിലക്കൊണ്ട, ധിക്കാരികളായി നിലക്കൊണ്ട, അഹന്തയില് കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു കൂട്ടര് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകള് പ്രത്യേകമായിട്ട് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരണമാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട, അള്ളാഹു തന്റെ അനുഗ്രഹങ്ങള് ചൊരിയുന്നതിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ ഇബാദുകൾ, അവരൊഴികെ, അവര് ഈ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരല്ല. അൽ അദാബുൽ അലീം എന്ന് ഇവിടെ വിവരിക്കപ്പെട്ടല്ലോ, വേദനയേറിയ ശിക്ഷ, നരകശിക്ഷ. ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരല്ല അള്ളാഹുവിന്റെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇബാദുകൾ, അള്ളാഹുവിന്റെ ദാസന്മാർ. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. മുഖ്ലസീൻ എന്നാണ് ഇവിടെ ഉള്ള ഒരു വിശേഷണ പദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇബാദിനുള്ള ഒരു വിശേഷണമായിട്ടാണ്. അള്ളാഹുവിന്റെ ഇബാദിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഖ്ലസീൻ എന്നാണ്. മുഖ്ലിസ് ആണെങ്കിൽ ആത്മാർത്ഥതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ മുഖ്ലസ് എന്നാണുള്ളത് പദം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തനിക്ക് വേണ്ടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഖാലിസായി, പൂർണ്ണമായിട്ട് അള്ളാഹു തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകള് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു യോഗ്യരായ ചിലരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവന്റെ അനുഗ്രഹങ്ങള് ചൊരിയുന്നതിന് വേണ്ടി. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായി ചൂസ് ചെയ്യപ്പെട്ട ഇബാദുകൾ ഒഴികെ അവര് ഈ അദാബുൽ അലീം, അൽ അദാബുൽ അലീം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കഠിന വേദനയുടേതായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരില്ല, അവരൊഴികെ. ഉലായിക ലഹും റിസ്ഖും മഅലൂം. ഈ ഇബാദുള്ള എന്ന് പറയുന്ന ഈ വിഭാഗം, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സൗഭാഗ്യവാന്മാരായ ഇബാദുകൾ, അവർക്ക് ലഹും റിസ്ഖും മഅലൂം, അറിയപ്പെടുന്ന വിഭവങ്ങളുണ്ട്. റിസ്ഖുൻ മഅലൂം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ തന്നെ അറിയിക്കപ്പെട്ടിട്ടുള്ള, നിർണയിക്കപ്പെട്ടിട്ടുള്ള, യാതൊരു ആശയക്കുഴപ്പത്തിനോ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിനോ ഒന്നും സാധ്യതയില്ലാത്ത വിധത്തില് അവർക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി നീക്കിവെച്ച, നിശ്ചയിക്കപ്പെട്ട, നിർണിതമായ, നേരത്തെ അറിയിക്കപ്പെട്ട വിഭവങ്ങള് അവർക്കായിട്ട് അവിടെ ലഭ്യമായിരിക്കും. ഉലായിക ലഹും, ഈ കൂട്ടര് അവർക്കായിട്ടുണ്ട് റിസ്ഖുൻ മഅലൂം, അറിയപ്പെടുന്ന, നിർണിതമായ, പ്രഖ്യാപിക്കപ്പെട്ട വിഭവങ്ങൾ. ഫവാക്കിഹു വഹും മുക്രമൂൻ, അത് ഫവാക്കിഹാണ്, ആനന്ദദായകമായ, രുചി പകരുന്ന, അല്ലെങ്കിൽ അതിന്റെ രുചിയും അനുഭവവും ഒക്കെ പങ്കിടുന്നതിന് വേണ്ടിയായിട്ടുള്ള വിഭവങ്ങൾ, വിശപ്പിനുള്ള വിഭവങ്ങളല്ല, വിശപ്പടക്കാൻ വേണ്ടിയുള്ള സംഗതികളല്ല സൂചിപ്പിക്കുന്നത്. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം സ്വർഗത്തിൽ വിശപ്പ് അനുഭവിക്കേണ്ടി വരില്ല എന്നതാണ്. ഇവിടെ വിശപ്പടക്കുന്നതിന് വേണ്ടിയുള്ളതല്ലാത്ത, ആനന്ദം പകരുന്ന, സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ അവരേറെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫവാക്കിഹാണ്, ഫലവർഗങ്ങൾ, പഴങ്ങള്, അതുപോലെ അവരിഷ്ടപ്പെടുന്ന ഭക്ഷ്യവിഭവങ്ങള്. അത് വിശപ്പിന് പരിഹാരം എന്നുള്ളതിനേക്കാളേറെ
രുചി പകരുന്ന സന്തോഷാനുഭവം ഉണ്ടാകുന്ന രസനീയമായ ഫലവർഗങ്ങളും ഭക്ഷ്യവിഭവങ്ങളുമാണ് അവർക്കായിട്ടുള്ളത്. വഹും മുക്രമൂൻ, അവര് വളരെ ആദരവോടുകൂടിയാണ് അവിടെ സ്വാഗതം ചെയ്യപ്പെടുക. വഹും മുക്രമൂൻ, മുക്രം എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടുന്ന ആള് എന്നാണ് അർത്ഥം. ആദരവോടുകൂടി സ്വാഗതം ചെയ്യപ്പെടുന്ന ആളുകളായിട്ടാണ് അവരവിടെ എത്തുക. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹങ്ങളുടെ ഉദ്യാനങ്ങളിലേക്കായിട്ട്. അപ്പൊ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്ന വിഭാഗം ആളുകളുടെ കാര്യത്തില്, അള്ളാഹുവിന്റെ ഇബാദുകളുടെ കാര്യത്തില് ഈ മുകളിൽ പരാമർശിക്കപ്പെട്ട കഠിന വേദനയുടെ ശിക്ഷ അത് അവർക്ക് ബാധകമാവുകയില്ല. അവരതിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നവരാണ്. അവർക്ക് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട, അറിയപ്പെടുന്ന, എല്ലാവർക്കും അറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ള വിഭവങ്ങളുണ്ട്. അവരെ ആനന്ദിപ്പിക്കുന്ന, അവർക്ക് രസനീയമായ ഭക്ഷ്യവിഭവങ്ങളും ഫലവർഗങ്ങളുമാണ് അവർക്കായിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അവർ വളരെ ആദരവോടുകൂടിയാണ് അവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നത്. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങളിലാണ്, സ്വർഗങ്ങളിലാണ് അവര് ആനയിക്കപ്പെടുന്നത്. ഇതാണ് അവരെ കുറിച്ച് അവരുമായി മാറ്റി നിർത്തപ്പെട്ട പ്രത്യേകമായ പരിഗണന ലഭിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അല്ലാഹു പറയുന്നത്. അലാ സുറൂറി മുതഖാബിലീൻ, അവര് ആ സ്വർഗീയ ആരാമങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ചില ചിത്രങ്ങൾ അല്ലാഹു നമുക്ക് വിവരിച്ചു തരികയാണ്. അലാ സുറൂറി മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ട് അവര് ചാരുമഞ്ചങ്ങളിലോ ഇരിപ്പിടങ്ങളിലോ ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവര് പരസ്പരം ഇഷ്ടപ്പെടുന്ന തരം ആളുകൾ, വലിയ സ്നേഹബന്ധമുള്ള ആളുകള്, കൂട്ടുകാര്, അതുപോലെ ഓരോരുത്തരുടെയും ഇണകള് ഒക്കെയായി അവര് ചാരുമഞ്ചങ്ങളില് പരസ്പരം അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ആ സ്വർഗീയ ജീവിതത്തിന്റെ അവരനുഭവിക്കുന്ന സന്തോഷവും മനസ്സമാധാനവും സംതൃപ്തിയും ഒക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു നൽകുന്ന ഒരു വിവരണം, യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ, അവർക്കിടയിലൂടെ നിറഞ്ഞ ചഷകങ്ങള് അങ്ങനെ ചുറ്റിക്കറക്കപ്പെടും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് സ്വർഗാവകാശികൾക്കായിട്ട് നൽകപ്പെടുന്ന മദ്യക്കോപ്പുകള്, അത് നിറഞ്ഞു തുളുമ്പുന്ന ചഷകങ്ങളുമായിട്ട്, കോപ്പുകളുമായിട്ട് അവർക്കിടയിൽ അങ്ങനെ ചിലര് കറങ്ങുന്നുണ്ടാവും. ഇവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പാനീയങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. കഅസ് എന്ന വാക്കാണ് അതിനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഅസ് എന്നത് അറബി ഭാഷയിൽ കോപ്പ, കപ്പ് എന്നൊക്കെ ആണ് അതിന്റെ പ്രാഥമികമായ അർത്ഥമെങ്കിലും ആ പദം ഉപയോഗിക്കുന്നത് നിറച്ചു വെച്ച, മദ്യം നിറച്ച് ഒഴിച്ചു വെച്ചിട്ടുള്ള ചഷകങ്ങളെ സൂചിപ്പിക്കാനാണ്. കാലിയായ കോപ്പുകൾക്ക് പറയുന്ന ഒരു വാക്കല്ല കേസ്. മദ്യം ഒഴിച്ചു വെച്ചിട്ടുള്ള ചഷകങ്ങളാണ് ഈ കഅസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. അപ്പോ യുതാഫു അലൈഹിം, അവർക്ക് ഇടയിലൂടെയായിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടു നടക്കപ്പെടുന്നുണ്ടാവും ചുറ്റുമായിട്ട്. ബികഅസിൻ മിൻ മഈൻ, മദ്യ ചഷകങ്ങളുമായി പലരും അവർക്കിടയിലൂടെ അങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. മിൻ മഈൻ എന്നാണ്, കഅസിൻ മിൻ മഈൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. മഈൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഉറവയിൽ നിന്ന് ശേഖരിച്ചതായ എന്ന അർത്ഥസൂചനയാണ്. നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ട്രീമുലെറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മദ്യം നിറച്ച ചഷകങ്ങളാണ്
അവർക്കിടയിലായിട്ട് അങ്ങനെ കറക്കപ്പെടുന്നത്. ആരാണ് ഈ മദ്യചഷകങ്ങളുമായിട്ട് അവർക്കിടയിലൂടെ അങ്ങനെ കറങ്ങുന്നത് എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. വേറെ ചിലയിടത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ തന്നെ അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് അവസാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പോ ഈ ആളുകള് സ്വർഗത്തിലേക്കായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഇബാദുള്ള അള്ളാഹുവിന്റെ ഈ അടിയാറുകൾ, അവര് വളരെ ആദരവോടുകൂടി അവിടെ സ്വീകരിക്കപ്പെടുന്നു. സ്വർഗീയ ആരാമത്തിൽ അവർക്ക് ആനന്ദദായകമായ പല വിഭവങ്ങളും പഴവർഗ്ഗങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ഒക്കെ അവർക്ക് ലഭ്യമാകും. അവർ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തോപ്പുകളിലാണ് ഉണ്ടാവുക. അവിടെ പരസ്പരം അഭിമുഖമായിട്ട് ചാരുമഞ്ചങ്ങളിൽ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. അവർക്കിടയിലൂടെ മദ്യചഷകങ്ങളുമായിട്ട് ചിലരങ്ങനെ കറങ്ങുന്നുണ്ടാകും. അത് നാച്ചുറൽ സോഴ്സിൽ നിന്ന്, അങ്ങനെ ഒഴുക്കുള്ള ഒരു അരുവിയിൽ നിന്ന്, അതുപോലെയുള്ളതിൽ നിന്ന് ശേഖരിച്ച ഒരു പാനീയത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കസിമ്മിൻ മഴയിൻ എന്ന ഒരു പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മഴയിൽ നിന്നുള്ളത് നീരൊഴുക്കുള്ള ഒരു സോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നീരൊഴുക്കുള്ള ഈ മദ്യസ്രോതസ്സിൽ നിന്ന് നിറയ്ക്കപ്പെട്ട ചഷകങ്ങളുമായിട്ടാണ് ഇവർക്കിടയിലൂടെ ചിലര് ചുറ്റിക്കറങ്ങുന്നുണ്ടാവുക. ബൈലാ, ആ ചഷകത്തിലുള്ള മദ്യത്തിന്റെ അല്ലെങ്കിൽ അവർക്കുള്ള പാനീയത്തിന്റെ ചില പ്രത്യേകതകളാണ് തുടർന്ന് അല്ലാഹു വിവരിക്കുന്നത്. ബൈലാ, അത് നല്ല പാലുപോലെ വെളുത്ത നിറമുള്ള അല്ലെങ്കിൽ നല്ല തിളക്കമുള്ളതായിരിക്കും. ബൈലാ ആണ്. ലദത്തിൻ ലിശാരിബീൻ, അത് കുടിക്കുന്നവർക്ക് വലിയ ആനന്ദം നൽകുന്നതുമാണ്. വലിയ രുചികരമായ, അവരുടെ നാവിന് അല്ലെങ്കിൽ അവരുടെ വായയിൽ വലിയ രുചി അനുഭവപ്പെടുന്ന തരത്തിലുള്ള വളരെ ആകർഷകമായ, വളരെ തിളക്കമുള്ള അല്ലെങ്കിൽ വളരെ വെളുത്ത നിറമുള്ള പാനീയമാണത്. ലാ ഫീഹ ഗൗലുൻ വലാഹും അൻഹാ യുൻസഫൂൻ. രണ്ട് കാര്യങ്ങൾ കൂടി ഈ പാനീയത്തെ കുറിച്ച് അള്ളാഹു ഇവിടെ വിവരിക്കുകയാണ്. ലാ ഫീഹ ഗൗലുൻ, അതിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും അടങ്ങിയിട്ടില്ല. ഈ മദ്യചഷകങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഈ പാനീയത്തിന്റെ പ്രത്യേകതകളാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. അത് ലാ ഫീഹ ഗൗലുൻ, യാതൊരു വിധത്തിലുമുള്ള അസ്വസ്ഥതയോ പ്രയാസമോ സൃഷ്ടിക്കുന്നതല്ല ഈ ചഷകങ്ങളിലുള്ള മദ്യം. ഭൗതിക ലോകത്ത് മനുഷ്യര് പലപ്പോഴും ഉപയോഗിക്കുന്ന മദ്യം, അത് പല വിധത്തിലുള്ള ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, അത് അരുചി ഉള്ളതാണ്. അതുപോലെ അത് ശരീരാവയവങ്ങൾക്ക് ദ്രോഹകരമായതാണ്. അതേപോലെ തന്നെ അത് പലപ്പോഴും ലിവർ, അതുപോലെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ തന്നെ ഹാനി വരുത്തുന്ന, ദ്രോഹം ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതാണ് ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ഈ മദ്യ വിഭവങ്ങളൊക്കെ തന്നെ. അതുപോലെ വളരെ ദുർഗന്ധമുള്ളതുമാണ് പല പ്രചാരത്തിലുള്ള മദ്യവും. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു സംഗതി, ലാ ഫീഹ ഗൗലുൻ, അങ്ങനത്തെ യാതൊരു ദ്രോഹകരമായ ഫലങ്ങളും ഉണ്ടാവുകയില്ല. വലാഹും അൻഹാ യുൻസഫൂൻ, അത് അവരിൽ ഈ ലഹരി സൃഷ്ടിക്കുകയും ചെയ്യുന്നില്ല. ഈ നെഗറ്റീവ് ആസ്പെക്ട്സ് ഒന്നും ഇല്ലാത്ത, എന്നാൽ വളരെ ആനന്ദദായകമായ, രുചികരമായ മദ്യമാണ് ഈ ചഷകങ്ങളിൽ അവർക്ക് ഒഴിച്ച് നൽകപ്പെടുന്നത്. അങ്ങനെയുള്ള ചഷകങ്ങളാണ് അവർക്കിടയിലൂടെ അങ്ങനെ കൊണ്ടു നടക്കപ്പെടുന്നത്.
ലാ ഫീഹ ഖൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. ഇത് കാരണമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിഭ്രമം ഉണ്ടാവുകയോ ബുദ്ധിഭ്രംശം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ സ്വബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ശരീരത്തിന് എന്തെങ്കിലും ദ്രോഹം സൃഷ്ടിക്കുന്ന യാതൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല. മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടില്ല. അതുപോലെ ശരീരത്തിന് ദ്രോഹകരമായതും അതിലില്ല. ഈ രണ്ട് ദ്രോഹകരമായ സംഗതികൾ ഇല്ലാത്ത എന്നാൽ അങ്ങേയറ്റത്തെ രുചികരമായ പാനീയമാണ് അവർക്ക് നൽകപ്പെടുന്നത്. വഇന്ദഹും അവരുടെ ചാരത്തായി, അവരോട് ചേർന്ന് അവരുടെ അരികിലായി ഖാസിറാത്തു ത്വർഫി അയ്ൻ അതുമുണ്ട്. ഖാസിറാത്തു ത്വർഫ് എന്ന് പറഞ്ഞാല് കണ്ണുകളെ നിയന്ത്രിക്കുന്നവരാണ്, കണ്ണുകളെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ. വിടർന്ന കണ്ണുകളുള്ള, അയ്ൻ എന്ന് പറഞ്ഞാൽ നല്ല വിടർന്ന കണ്ണുകളുള്ള, എന്നാൽ പരക്കെ എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, എന്തെങ്കിലും വിധത്തിലുള്ള അധാർമികത മനസ്സിനെ പിടികൂടിയിട്ടുള്ള തരം സ്ത്രീകളല്ല. ഖാസിറാത്തു ത്വർഫ് അയ്ൻ എന്നാണ്. നല്ല സ്വഭാവ ഗുണങ്ങളുള്ള, അതുപോലെ വളരെ ആകർഷകത്വമുള്ള സ്വർഗീയ സ്ത്രീകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. വഇന്ദഹും ഖാസിറാത്തു ത്വർഫി അയ്ൻ. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അവരുടെ സ്വഭാവപരമായ പ്രത്യേകതകളെ അള്ളാഹു ഇവിടെ പറയുന്നത്. ഒന്ന് അയ്നാണ് അവർ എന്ന് പറഞ്ഞാൽ വിടർന്ന കണ്ണുകളുള്ള, കാഴ്ചയിൽ തന്നെ വളരെ ആകർഷകത്വമുള്ള സ്ത്രീകൾ. എന്നാൽ അവർ സ്വഭാവപരമായി ഖാസിറാത്തു ത്വർഫാണ്. ത്വർഫ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ഒരറ്റം എന്നൊക്കെയാണ് അർത്ഥം. കണ്ണിന്റെ കോണിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് വളരെ നിയന്ത്രിച്ച് മാത്രം കണ്ണുകളെ മിഴിച്ചു നോക്കുന്ന ഒരു രീതിയിൽ ഒരു മര്യാദ കാണിക്കാത്ത, അല്ലെങ്കിൽ സ്വഭാവപരമായ നിയന്ത്രണങ്ങളില്ലാത്ത ഒരു പെരുമാറ്റ സ്വഭാവമുള്ള ആളല്ല. മറിച്ച് കാഴ്ചയിൽ തന്നെ കുലീനതയും നന്മയും സ്വഭാവ മര്യാദയും ഒക്കെ പ്രകടമാവുന്ന വിധത്തിലുള്ള സ്ത്രീകൾ. ഖാസിറാത്തു ത്വർഫി അയ്ൻ, ഇവരാണ് അവർക്ക് കൂട്ടായിട്ടുണ്ടാവുക. കഅന്നഹുന്ന ബൈളും മക്നൂൻ. അല്ലാഹു ഒരു കാര്യം കൂടി അവരെ കുറിച്ച് പറയുകയാണ്. അവരുടെ ആ കാഴ്ചയിൽ, അവരുടെ അപ്പിയറൻസിലുള്ള, അവരുടെ ആകർഷകമായ അവരുടെ ആ കാഴ്ച ഭംഗി, അതിനെ അല്ലാഹു വിവരിക്കുന്നത് കഅന്നഹുന്ന ബൈളും മക്നൂൻ എന്നാണ്. വളരെ സുരക്ഷിതമായി, കേടുപാടുകളൊന്നും സംഭവിക്കാത്ത വിധത്തില് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മുട്ടകളോടാണ് അവരെ അല്ലാഹു ഉപമിക്കുന്നത്. മുട്ടയുടെ കാഴ്ച ഭംഗി, അതിന്റെ പ്രതലം, അതിന്റെ മിനുമിനുപ്പ്, അതിന്റെ ഒരു പെർഫെക്ഷൻ, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ചില പഴവർഗ്ഗങ്ങളോടൊക്കെ സ്ത്രീകളെ ഉപമിക്കാറുണ്ടല്ലോ. ഇവിടെ അല്ലാഹു ഈ സ്വർഗീയ സ്ത്രീകളെ അവരുടെ അപ്പിയറൻസിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് കഅന്നഹുന്ന ബൈളും മക്നൂൻ എന്നാണ്. സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട, കേടുപാടുകൾ വരാത്ത വിധത്തില് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ബൈലാണ്, ബൈല് പോലെയാണ് അവര് എന്നാണ്. ബൈൽ എന്ന് പറഞ്ഞാൽ എഗ്സ് ആണ്, മുട്ടകളാണ്. അതിനോടാണ് അല്ലാഹു ഈ സ്വർഗീയ സ്ത്രീകളെ ഉപമിക്കുന്നത്. അപ്പോ അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്ന അല്ലാഹുവിന്റെ ഇബാദുകൾ, അല്ലാഹുവിനെ തിരിച്ചറിയുകയും അവനെ ഉൾക്കൊള്ളുകയും അവനെ അംഗീകരിക്കുകയും അവന് വിധേയപ്പെട്ടുകൊണ്ട് അവനെ മാത്രം ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ആ ആളുകൾക്കായിട്ട് അല്ലാഹു അവരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്കായിട്ട് അല്ലാഹു ഒരുക്കിയിരിക്കുന്ന
സ്വർഗീയ ജീവിതത്തിന്റെ ചില പ്രത്യേകതകളാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവർക്കായി അള്ളാഹു നിശ്ചയിച്ചു വെച്ച ഭക്ഷ്യവിഭവങ്ങളും ഫലവർഗങ്ങളും ഒക്കെ അവർക്കുണ്ട്. അവർ വളരെ ആദരവോടുകൂടിയാണ് അവിടേക്ക് ആനയിക്കപ്പെടുന്നത്. അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗീയ ഉദ്യാനങ്ങളിലേക്കാണ് അവര് നയിക്കപ്പെടുന്നത്. അവര് പരസ്പരം അഭിമുഖമായിട്ട് ചാരുമഞ്ചങ്ങളിലിരുന്ന് പരസ്പരം അഭിമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അവർക്കിടയിലൂടെ മദ്യചഷകങ്ങൾ, അതും പ്രത്യേകമായി ഇതിന്റെ ഒഴുക്കുള്ള സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട മദ്യചഷകങ്ങളുമായിട്ടാണ് അവർക്കിടയിലൂടെ ചിലർ കറങ്ങുന്നത്. അതുപോലെ അത് വളരെ കാഴ്ച ഭംഗിയുള്ളതും അതുപോലെ കുടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെയേറെ രുചി പകരുന്നതുമായ പാനീയമാണ്. അതില് അവർക്ക് ശരീരത്തിന് ദ്രോഹകരമായി ഗൗല് സൃഷ്ടിക്കുന്ന യാതൊന്നുമില്ല. അതേപോലെ തന്നെ അവരുടെ ബുദ്ധിഭ്രംശം ഉണ്ടാക്കുന്ന ലഹരി സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള യാതൊന്നുമില്ല. എന്നാൽ അത് വളരെ ആനന്ദദായകമായ പാനീയമാണ്. വഇന്ദഹും ഖാസിറാത്തു ത്വർഫീൻ, അവർക്ക് കൂട്ടായിട്ട് അവരുടെ ചാരത്തായിട്ട് വിടർന്ന കണ്ണുകളുള്ള, ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന, വളരെയേറെ സ്വഭാവ മര്യാദകളോടുകൂടിയുള്ള തരുണികളെ അവർക്ക് കൂട്ടായിട്ട് അവിടെ നൽകപ്പെടും, അവരുണ്ടാകും. കഅന്നഹുന്ന ബൈളും മക്നൂൻ, ആകാര സൗഷ്ഠവത്തിൽ അവരുടെ കാഴ്ച ഭംഗിയുടെ ആ പെർഫെക്ഷനിൽ മുട്ട പോലെ തികവാർന്ന രൂപ സൗഷ്ഠവമുള്ളവരാണ് ഈ സ്വർഗീയ സ്ത്രീകൾ, അവരോടൊപ്പം ഉണ്ടായിരിക്കുന്ന സ്വർഗീയ സ്ത്രീകൾ എന്നാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. ഈ വിവരണം ഇവിടെ പൂർണ്ണമായിട്ടില്ല, അത് ഭാഗികമായിട്ട് ഇവിടെ ബാക്കി ആയത്തുകളിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട്. നമുക്കത് തുടർന്നുള്ള സെഷനുകളിൽ മനസ്സിലാക്കാം. ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദാംശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ റിസ്ഖും മഅലൂം എന്നാണ് ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അവർക്കായിട്ട് അറിയപ്പെടുന്ന വിഭവങ്ങളുണ്ട് എന്നത്. നേരത്തെ തന്നെ അള്ളാഹു പ്രഖ്യാപിച്ച, വിശദമാക്കിയിട്ടുള്ള വളരെയേറെ മേന്മകളുടെ പേരിൽ അറിയപ്പെടുന്ന തരത്തിലുള്ള വിഭവങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്ന വിശദീകരണം. വളരെ രുചികരമായതും അതുപോലെ എന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും തീർന്നു പോകാത്തതും ഒക്കെ ആയിട്ടുള്ള, നേരത്തെ തന്നെ അവർക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ. അതുപോലെ ഈ സ്വർഗീയ ജീവിതത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങള് അത് വളർച്ചക്കോ അല്ലെങ്കിൽ വിശപ്പിനോ ഒക്കെ വേണ്ടി വരുന്ന പോഷകാഹാരം എന്നതിനേക്കാളേറെ അങ്ങനെ ഒരു ആവശ്യമില്ല സ്വർഗീയ ജീവിതത്തിൽ എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. വിശുദ്ധ ഖുർആൻ അതിലേക്ക് ചില സൂചനകൾ വേറെ ചില എടുത്ത് നൽകുന്നുണ്ട്. അപ്പോ അങ്ങനെ പോഷകാഹാരം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായതോ അങ്ങനെയുള്ള സംഗതികളല്ല, മറിച്ച് ആനന്ദവും രുചിയും പകരുന്ന വിധത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നതാണ് അത് സംബന്ധമായിട്ട് നൽകപ്പെടുന്ന വിശദീകരണം. ഇത് ഫവാക്കിഹ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മുഖ്യമായിട്ടും അത് പഴവർഗ്ഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ കഅസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇവിടെ മദ്യചഷകം എന്നാണ്, അല്ലെങ്കിൽ മദ്യക്കോപ്പുകൾ എന്നാണ് അത് നൽകുന്ന സൂചന. ഒഴിഞ്ഞ കപ്പുകൾക്കല്ല അത് സാധാരണ പറയല്, അത് നിറഞ്ഞ കപ്പുകൾക്കാണ്. അത് പാലോ വെള്ളമോ അല്ലെങ്കിൽ മദ്യമോ ഒക്കെ നിറച്ചിട്ടുള്ള കപ്പുകൾക്കാണ് കഅസ് എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഒരു മഴയിനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് ശേഖരിക്കപ്പെട്ട യാതൊരു കലർപ്പോ ദ്രോഹകരമായ എന്തെങ്കിലും സംഗതികളോ ഒന്നും ഇല്ലാത്തതായ
ഒരു പാനീയമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ഈ വേറൊരു സൂറത്ത് മുഹമ്മദിൽ 15-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം, വ അൻഹാറും മിൻ ഖംറിൻ ലദത്തിൻ ലിശാരിബീൻ എന്ന്. വ അൻഹാറും മിൻ ഖംറിൻ, മദ്യത്തിന്റെ നദികള്, മദ്യത്തിന്റെ അരുവികള് തന്നെ സ്വർഗത്തിലുണ്ട്. അത് കുടിക്കുന്നവർക്ക് വളരെ ആനന്ദദായകമായതാണ് എന്ന ഒരു വിവരണം സൂറത്ത് മുഹമ്മദില് ഈ സ്വർഗീയ ജീവിതത്തിൽ നൽകപ്പെടുന്ന ഈ മദ്യത്തെ പരാമർശിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ നാച്ചുറൽ സോഴ്സിന്ന് തന്നെ അവർക്ക് ലഭ്യമാവുന്ന ഒരു പാനീയമാണത് എന്നതാണ് അവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ സൂറത്ത് തൂറില് ഈ മദ്യക്കോപ്പുകളുമായി അവർക്കിടയിൽ കറങ്ങി നടക്കുന്നത് ആരാണ് എന്നതിലേക്ക് ഒരു സൂചന നൽകപ്പെടുന്നുണ്ട്. വയതൂഫു അലൈഹിം ഗിൽമാനുൻ വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. മുത്തുച്ചിപ്പികളെ പോലെ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട, മുത്തുച്ചിപ്പികളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള കാഴ്ച ഭംഗിയുള്ള കുട്ടികളാണ് ഈ മദ്യചഷകങ്ങളുമായി അവർക്കിടയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന ഒരു സൂചനയാണ് സൂറത്ത് തൂറിൽ അല്ലാഹു നൽകുന്നത്. ചെറുപ്രായത്തിൽ മരിച്ചുപോയ കുട്ടികള്, അവരാണ് സ്വർഗത്തില് ഈ ലുഅ്ലുഉം മക്നൂനായിട്ട് വളരെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട, ചിപ്പികൾക്ക് അകത്തായിട്ട് സംരക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെ അത്രയും കൗതുകമുണർത്തുന്ന കാഴ്ച ഭംഗിയുള്ള ഗിൽമാൻ, ചെറുപ്രായക്കാരായ എന്ന് പറഞ്ഞാൽ യുവത്വത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകൾ, കുട്ടികൾ, ഇവരാണ് ഈ മദ്യചഷകങ്ങളുമായിട്ട് അവർക്കിടയിൽ അത് അവർക്ക് നൽകുന്നതിനായിട്ട് ചുറ്റിക്കറങ്ങുക എന്നതാണ് ഏതൊരാളിലും വലിയ സന്തോഷം പകരുന്ന. ചിലർ വളരെ വൃത്തികെട്ട വിധത്തിൽ ഈ വിവരണത്തെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കുട്ടികൾ എന്താണ്, കുട്ടികൾ മനസ്സിന് പകരുന്ന ആനന്ദം എന്താണ് എന്നതൊക്കെ നല്ല മനസ്സിന്റെ ഒരു മലിനമായിട്ടില്ലാത്ത മനസ്സിന്റെ ആളുകൾ, മനസ്സിന്റെ ഉടമകൾക്ക് വേഗം മനസ്സിലാവും. അറബ് ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് എനിക്കത് വളരെ പേഴ്സണലായിട്ട് തന്നെ ആ കാഴ്ചകൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ എത്ര ആനന്ദം പകരുന്ന ഒരു കാഴ്ചയായിട്ടാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് എന്നത്. അത്രയും വലിയൊരു അവരവരെ മക്കളെ വിളിക്കാറുള്ള, മക്കളെ പരാമർശിച്ചുകൊണ്ട് പറയാറുള്ള ഒരു പ്രയോഗം തന്നെ ഫലിദത്തുൽ കബദ് എന്നാണ്. കബദ് എന്ന് പറഞ്ഞ കരളാണ്. കരളിന്റെ ആനന്ദം എന്നൊക്കെയാണ് കുട്ടികൾ അവർ വിളിക്കാറുള്ളത്. അത്രയും മനസ്സിന് ആനന്ദം പകരുന്ന മക്കൾ, അത് സ്വന്തം മക്കളും മറ്റുള്ളവരുടെ മക്കളും ഒക്കെ അവര് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും അവര് വലിയ ആനന്ദമായിട്ട് ഭൂമുഖത്തെ ജീവിതത്തിന്റെ ഇടക്ക് ഒരുപക്ഷെ അവരേറ്റവും സന്തോഷം അനുഭവിക്കുന്നത് അങ്ങനെ കുട്ടികളെ കാണുന്നതും അവരുമായി ഇടപഴകുന്നതും ഒക്കെയാണ്. വളരെ മലിനമായ മ്ലേച്ഛമായ മനസ്സുകളുള്ള ആളുകൾ ഇതിനെ പല ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് പീഡോഫൈൽ ആറ്റിറ്റ്യൂഡാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അവരുടെ മനസ്സിന്റെ മ്ലേച്ഛതയും മലിനമായ അവസ്ഥയുമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ സ്വർഗീയ ജീവിതത്തില് സ്വർഗവാസികൾക്കിടയിൽ മദ്യചഷകങ്ങളുമായിട്ട് അവരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ ആ നിലക്ക് വൃത്തികെട്ട ഒരു രീതിയിൽ നോക്കി കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിന്റെ വൈകൃതം മാത്രമാണ് വെളിപ്പെടുത്തുന്നത് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഖുർആൻ നൽകുന്ന ഈ വിവരണം അതിന്റെ ചില നേർക്കാഴ്ചകള് അറബ് സംസ്കാരത്തിലൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. വയതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ എന്ന് വേറൊരിടത്ത് സൂറത്തു ദഹറിൽ അല്ലാഹു പറയുന്ന കാണാം. എന്നും നിത്യമായ ആ
ബാല്യത്തിൽ കഴിയുന്ന മക്കളാണ് അവർക്കിടയിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ. അവരെ കാണാൻ ഇടയായാൽ നിങ്ങൾക്ക് അവരെ തോന്നുക അങ്ങനെ ചിതറിയിട്ടിരിക്കുന്ന മുത്തുകളാണ് അവര് എന്നാണ്. അങ്ങനെ വാരി വിതറിയിട്ടിട്ടുള്ള മുത്തുകളെ പോലെ തോന്നിപ്പിക്കുന്ന അത്രയും കൗതുകമുണർത്തുന്ന സ്വഭാവം കൊണ്ടും കാഴ്ച ഭംഗി കൊണ്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ വലിയ ആനന്ദം പകർന്നു തരുന്ന തരത്തിലുള്ള മക്കൾ അങ്ങനെയാണ്. അത് ലൈംഗികതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വൃത്തികെട്ട ചില സ്വഭാവം അല്ലെങ്കിൽ വൃത്തികെട്ട മലിനമായ മനസ്സുകളുടെ ഉടമകള് അതിന് ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നത് കാണാം. അത് അവരുടെ ശീലവും അവരുടെ സ്വഭാവപരമായ വൈകൃതവും ഒക്കെയാണ് അത് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കുട്ടികൾ അങ്ങനെയല്ല. വളരെ ഏറെ മനസ്സിന് വളരെ എന്താ പറയാ പവിത്രമായ ഒരു ആനന്ദം മനസ്സിന് പകരുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെയുള്ള മക്കള് എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്. ഇത് ആരാണ് ഈ കുട്ടികൾ എന്നത്? ഇപ്പോ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്ന പെൺമക്കളാണ് ഈ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഖാസിറാത്തു ത്വർഫഈൻ എന്ന വിധത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീകള്, ഈ വിടർന്ന കണ്ണുകളുള്ള ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന ഈ സ്ത്രീകൾ എന്ന് ഹദീസുകളിൽ ചില സൂചനകൾ കാണാൻ കഴിയും. അതുപോലെ ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്ന ആൺമക്കളാണ് ഈ മദ്യചഷകങ്ങളുമായിട്ട് ഓരോരുത്തരുടെയും ഇടയിലായിട്ട് ചുറ്റിക്കറങ്ങുന്ന, അവർക്ക് ഏറ്റവും വലിയ ആനന്ദം പകരുന്ന ഒരു കാഴ്ച ആയിട്ട് അവർക്കിടയിൽ ഉണ്ടാവുന്ന ഈ ചെറുപ്രായക്കാരായ കുട്ടികളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഒരു വിശദീകരണം. അതുപോലെ സ്വർഗത്തില് നൽകപ്പെടുന്ന മദ്യം എന്നത് നമുക്ക് ഭൗതിക ലോകത്ത് പരിചയമുള്ള ബുദ്ധിമാന്യം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി ഭ്രംശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ലഹരി സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന, അതുപോലെ ശരീരത്തിന് ദ്രോഹകരമായ പല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മദ്യമല്ല, മറിച്ച് വളരെയേറെ ആനന്ദം പകരുന്ന, രുചി പകരുന്ന ഒരു പാനീയമാണ് എന്നതാണ് ഖുർആൻ ഇവിടെ നൽകിയിരിക്കുന്ന വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഖാസിറാത്തു ത്വറഫ് എന്ന് പറഞ്ഞ ഈ വിവരണം, ദൃഷ്ടിയെ നിയന്ത്രിക്കുക എന്നത് യഥാർത്ഥത്തില് സ്വഭാവപരമായ മഹത്വമുള്ള സ്ത്രീകളെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇത് ഈ സ്വഭാവ ഗുണങ്ങള് വെച്ച് പുലർത്തുന്ന നന്മ ആ ജീവിതത്തില് ഒരു നന്മയും സന്മാർഗബോധവും ഒക്കെ ഉള്ള സ്ത്രീകള്, ആ വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾ ധാരാളം ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്വഭാവപരമായ മഹിമ, വേറൊരു വിവരണം ഖുർആൻ ഇത് സംബന്ധമായിട്ട് നടത്തിയിട്ടുള്ളത് അവരുടെ താമസ സ്ഥലങ്ങളിൽ നിയന്ത്രിതമായി നിൽക്കുന്ന സ്ത്രീകൾ എന്നൊക്കെയുള്ള ഒരു പരാമർശം വേറൊരിടത്ത് കാണാൻ കഴിയും. അപ്പോ ഇത് എല്ലാവരെയും എങ്ങനെ പരതിപ്പാഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൃഷ്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തില് അങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സ്വഭാവം ഒരു യഥാർത്ഥത്തിലൊരു സ്വഭാവപരമായ ദൂഷ്യമാണ്. ആ ദൂഷ്യമില്ലാത്ത സ്ത്രീകളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്, ഖാസിറാത്തു ത്വറഫ് എന്ന് പറയുന്നത്. അതുപോലെ അവരെ ഈ ഖാസിറാത്തു ത്വറഫിനെ വിവരിച്ചിരിക്കുന്ന മറ്റൊരു പ്രയോഗം ബൈലും മഖ്നൂൻ എന്നതാണ്. ബൈൽ എന്ന് പറഞ്ഞാൽ മുട്ടയാണ്, എഗ്സ് ആണ്. അതിന്റെ ഔട്ടർ സർഫസ് ചിലര് അതിന്റെ മുട്ടക്കകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ കരു ആണ് എന്ന നിലക്ക് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിവരണത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മുട്ട തന്നെ എപ്പോഴും നമ്മൾ അതിനെ ഒരു ഉപമയായിട്ട് കാണല് അതിന്റെ പെർഫെക്ഷൻ സൂചിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് അതിന്റെ യാതൊരു കോട്ടവും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും
കേടുപാടുകളില്ലാത്ത വളരെ ഫിനിഷിംഗ് ഉള്ള ഒരു സംഗതി പരാമർശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വാക്ക് അല്ല ആ ഉപമ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഖുർആൻ സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ആകാര ഭംഗിയില്, കാഴ്ച ഭംഗിയില്, അവരുടെ മുഖം, ശരീരാവയവങ്ങൾ, ഇതിലൊന്നും തന്നെ ഇതിനൊക്കെ നമുക്ക് അനാകർഷകമാക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടല്ലോ. ചർമ്മരോഗങ്ങളുണ്ട്, മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകള്, അതുപോലെ ചില കലകള്, ചുളിവ്, ഇങ്ങനെ പലതും മനുഷ്യന്റെ ശരീര അവയവങ്ങളുടെ കാഴ്ച ഭംഗിയെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന പല സംഗതികളും നമുക്ക് ഭൗതിക ലോകത്ത് അത്തരം സംഗതികൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ദൃഷ്ടിയിൽ പെടുന്നുണ്ട് അങ്ങനെ പല സംഗതികളും. എന്നാൽ സ്വർഗീയ സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ യാതൊരു ന്യൂനതയും പറയാൻ കഴിയാത്ത അത്രയും പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ആകാര സൗഷ്ഠവും ഭംഗിയുമാണ് അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ വിവരണം, ബൈലും മഖ്നൂൻ എന്ന വിവരണം നമുക്ക് നൽകുന്ന സൂചന. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ സ്വർഗീയ സ്ത്രീകളുടെ വിശുദ്ധി, സ്വഭാവ മഹിമ തുടങ്ങിയ കാര്യങ്ങളെയാണ് ഈ ബൈലും മഖ്നൂൻ എന്ന വിവരണം സൂചിപ്പിക്കുന്നത് എന്നത് ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ബൈലും മഖ്നൂനോട് താരതമ്യം ചെയ്തുകൊണ്ട് സ്വർഗീയ സ്ത്രീകളുടെ സ്വഭാവ ഗുണങ്ങളും അവരുടെ കാഴ്ച ഭംഗിയും അവരുടെ ആകാര സൗഷ്ഠവവും ഒക്കെ വിവരിക്കുകയാണ് എന്ന വിധത്തിൽ അതിന് വിശദീകരണം നൽകപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു സോഫാത്തിലെ 40 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.